ഹേയ് ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. അപ്പോൾ നമ്മളിത് ഓണത്തിൻ്റെ അന്ന് രാവിലെ എടുക്കുന്ന വ്ളോഗാണേ. അപ്പോൾ ഈ ഒരു ഡേയിലെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മളൊരു വ്ളോഗാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓണം ഡേ അല്ലേ, അപ്പം കാണുമ്പം എല്ലാവർക്കും ഒരു നല്ലതായിരിക്കും. നമുക്കും പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. അപ്പം ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണ്ണീറ്റ് പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, നമ്മൾ ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഒരു കുഞ്ഞ് അത്തപ്പൂ ഇടണം. ഇതൊക്കെയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. എല്ലാവർക്കും അതൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. പിന്നെ നമ്മളുടെ ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയാണ് പായസം വെക്കുക എന്നുള്ളത്. അപ്പം എന്താ പറയുക, ഞാനൊരു പായസം മിക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ സേമിയ പായസം വെക്കുന്നുണ്ട്. പിന്നെ കുക്കിംഗ് ഒന്നും ഒരുപാടായിട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് കാപ്പിയൊക്കെ കുടിച്ച് നമ്മളിനി പതിയെ നമ്മളുടെ കുക്കിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റാണ്ട് ഇരുന്നവർ. അപ്പം നമുക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഘോഷിച്ചില്ല. എല്ലാവർക്കും മനസ്സിലെന്തായാലും ഒരു ദുഃഖം കാണുമല്ലോ അല്ലേ. നമ്മൾ ചെറിയ രീതിയിൽ എല്ലാ പ്രശ്നവും പോലെ ഓണമല്ലേ, നമ്മളൊരു ചെറിയ കുഞ്ഞ് സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കറികൾ മാത്രം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ രാവിലെ എണ്ണീറ്റ് കുളിച്ച് വൃത്തിയായിട്ടെല്ലാം വന്നിട്ട് നമ്മളുടെ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ തലേ ദിവസത്തെ ഐലൈനറും ലിപ്സ്റ്റിക്കും കാര്യങ്ങളെല്ലാം അതുപോലെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം തലേന്ന് നമ്മളുടെ ഷോപ്പിൽ ഓണത്തിൻ്റെ കുഞ്ഞൊരാഘോഷ പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് പോയിട്ട് വന്ന് ടയേർഡായി അങ്ങനെ കിടന്നുറങ്ങിയതാണ്. അപ്പം അത് കണ്ട് നമ്മൾ പോയി ഫേസൊക്കെ സ്ക്രബ് ചെയ്തു, കുളിച്ചിട്ടൊക്കെ വന്നു. രാവിലെ ഇനിയിപ്പോൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറാൻ പോവാണ്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നമ്മളുടെ ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും എന്നറിയാം. എല്ലാവരുടെയും തിരക്കുകളൊക്കെ നടക്കട്ടെ. തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം നമ്മളുടെ ഈ ഒരു വ്ളോഗ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. കുട്ടി ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. ഭയങ്കര സംഭവമൊന്നുമില്ല. ഞാനിന്നിവിടെ വലിയ സദ്യ കാര്യങ്ങളൊന്നും അല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് കറികളൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് സദ്യ പോലെ ആയിരിക്കും. സദ്യ എന്ന് പറയാൻ പറ്റില്ല, 2-3-4 കറികൾ മാത്രമായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് ഈവനിങ് നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റായി പോകും. നമ്മൾ 3-4 ദിവസം എടുക്കല്ല എന്തായാലും പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ അരി കഴുകി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറ് വെക്കണമല്ലോ, ഒബ്വിയസ്ലി നമ്മളുടെ മെയിൻ ഐറ്റം ചോറാണ്. അപ്പം അത് വെക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ സൗണ്ട്സും കിളികളുടെ സൗണ്ട്സും പുഴയുടെ സൗണ്ട്സൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ നിൽക്കുകയാണ്. ഇപ്പം കറൻ്റ്ലി നമ്മൾ ഇവിടെ ഒരു ഡെസ്റ്റിനേഷനിലാണുള്ളത്. അപ്പം എന്തായാലും ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിൻ്റെ വ്ളോഗൊക്കെ വരുന്നത്. അങ്ങനെ ഇനി നമുക്കൊരു തേങ്ങ പൊട്ടിച്ചാലോ. എല്ലാത്തിനും മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. കുറച്ചധികം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഓണം റിലേറ്റ് ചെയ്ത് വാങ്ങിച്ച ഐറ്റംസാണ്. അതെല്ലാം വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കൊണ്ടുവച്ചേക്കാണ് ഇന്ന് എടുക്കാൻ പാകത്തിന്. ഇത് ശ്രീയുടേതാണ്. പിന്നെ പയർ വാങ്ങിച്ചു നമുക്ക് പരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് മുന്തിരിയാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് അണ്ടിപ്പരിപ്പ്. പപ്പടം നമ്മുടെ മെയിനായിട്ടുള്ള സംഭവമാണല്ലോ. പിന്നെ ഉള്ളത് ഇത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ നമ്മുടെ പായസം മിക്സ്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചു. പിന്നാണ് ഓർത്തത് ഇതിനകത്തിൽ മധുരം നല്ല പോലെ കാണുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം അങ്ങനെ വരില്ല. അപ്പോൾ നമുക്കത് പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ രാവിലെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയർ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പയർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പരിപ്പ് കറി പോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കലത്തേക്ക് ചോറിനുള്ള പരിപ്പ് ഇവിടെ സെറ്റാവും. അതിൻ്റെ കൂടെ കുറച്ച് വേണമെങ്കിൽ പപ്പടവും വറുത്തഞ്ഞ് പുട്ടും പപ്പടവും പോകും, നമുക്ക് ചോറും പപ്പടവും പോകും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു പച്ചടി ഉണ്ടാക്കണം എന്നുണ്ട്.
പിന്നെ നമ്മൾ തീയലോ അങ്ങനെ എന്തെങ്കിലും വെക്കണം, പിന്നെ ചെറിയൊരു തോരൻ വെക്കണം, പിന്നെ മോര് കാണും. ഇത്ര ഐറ്റംസ് ആയിരിക്കും മെയിനായിട്ട് വെക്കുന്നത്. അതിലും കൂടുതൽ വെച്ചാലും ഇത് തന്നെ ഇപ്പോൾ ഓവറായിട്ട് കുറച്ച് വേസ്റ്റ് ആകും എന്തായാലും. അപ്പോൾ മാക്സിമം കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ഐറ്റംസ് ഞാൻ ആയി വരുമ്പോഴത്തേക്ക് കാണിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കൂടി എടുത്തിട്ട് നിന്ന് കഴിഞ്ഞാൽ പണിയൊന്നും തീരത്തില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്പിങ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് സെറ്റാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഒരു സംഭവം, ഒരു ടിപ്പ് പറഞ്ഞുതരാം. എല്ലാവർക്കും കുറച്ച് പാടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ഈ പുട്ടിന് കുഴയ്ക്കുന്ന സംഭവം. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തി വികസിപ്പിച്ചെടുത്തൊരു ഐറ്റമാണിത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പുട്ടിന് കുഴയ്ക്കുമ്പോഴത്തേക്ക് ചൂടുവെള്ളം ഇട്ടിട്ട് ഇതുപോലത്തെ ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്കിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഒരുപാട് വലിയ കട്ടകൾ കെട്ടാതെ കുഞ്ഞു കുഞ്ഞായിട്ടായിട്ട് ഇങ്ങനെ വരും. മറ്റേതാകുമ്പോൾ നമ്മൾ ഫുള്ള് കൈ വെച്ച് ചൂടോടെ എടുക്കേണ്ടി വരും. അപ്പോൾ തണുത്ത വെള്ളത്തിൽ കുഴയ്ക്കുന്നവർക്കാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പം കുഴഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഇത് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നമ്മുടെ പുട്ടിനെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. പയറുകറിക്ക് വേണ്ടിയിട്ട് പയറൊക്കെ സംഭവങ്ങൾ സെറ്റാക്കി മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, എങ്കിൽ നമുക്കൊരു ചെറിയൊരു കുഞ്ഞൊരു അത്തപ്പൂ, ഭയങ്കര എന്താ പറയുക, പ്രൊഫഷണൽ അത്തപ്പൂ ഒന്നുമല്ല, ഒരു കുഞ്ഞു ഉടായിപ്പത്തപ്പൂ, എന്തായാലും ഓണമല്ലേ, അപ്പം അത്തപ്പൂ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ ഷോപ്പിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയൊരു ഐറ്റമാണ്, കുഞ്ഞു സാധനമായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ 2 എണ്ണം വാങ്ങിച്ച ഒരു ഐറ്റമാണ്. പക്ഷെ ഇത് നമുക്ക് പൂക്കളൊക്കെ ഇട്ട് നിറച്ച് വെക്കാൻ, അല്ലെങ്കിൽ ഈ വിളക്കൊക്കെ കത്തിച്ച് വെക്കാനൊക്കെ അടിപൊളി ഒരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. അപ്പം ഇതിൽ കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അത്തപ്പൂ ഫീലും കിട്ടും, ഒരുപാട് സമയവും പോകത്തില്ല. അപ്പം അതങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഉറക്കമാണ്. ശ്രീയെ വിളിച്ചുണർത്തിയിട്ട് നമുക്കിതാ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ നിൽപ്പുണ്ട്, വെള്ളപ്പൂ, മഞ്ഞപ്പൂ. അപ്പോൾ അത് വെച്ചിടാം. കുറച്ച് ഇലകളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പണ്ട് കൊച്ചിലെ അത്തപ്പൂ ഇടത്തില്ലേ, അപ്പോൾ അതുപോലത്തെ അത്തപ്പൂ കിട്ടും. വേണമെങ്കിൽ നമുക്ക് പൂവൊക്കെ വാങ്ങി വെക്കാമായിരുന്നു. പക്ഷെ പൂ വാങ്ങി വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടിട്ടതിൻ്റെ ആ ഒരു നൊസ്റ്റു ഫീൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ കടച്ചക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടച്ചക്ക വാങ്ങിയിട്ടുണ്ട്, പിന്നെ അതേപോലെ ഏത്തക്ക വാങ്ങിയിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതുണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം ഞാനത് യൂട്യൂബ് നോക്കി ചെയ്യാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ അടുത്തതായിട്ട് തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മെയിനായിട്ട് തീയൽ, പച്ചടി, മോര്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പരിപ്പ്, പപ്പടം, അത്രയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വെച്ചിട്ട് നമുക്ക് 3 പേർക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചിരകി അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമുക്ക് മെയിനായിട്ട് തീയലിനകത്തിൽ കുറച്ചധികം ടൈം വേണ്ടി വരുന്നൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പം അത് ആദ്യമേ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയർ ഞാൻ ഓൾറെഡി വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി തേങ്ങ എല്ലാം ചിരകി സെറ്റാക്കി വെച്ചു. അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. ആരിവിടെ എന്താ നിറച്ച് പൂ പറിച്ചല്ലോ, ഇവിടുത്തെ പൂവെല്ലാം വെളുത്തല്ലോ. ഇപ്പോൾ പൂവില്ലല്ലോ, മതി, ഇത്രയും പൂ മതി നമുക്ക്. വാ, ഉടുപ്പിട്ടിട്ട് വാ. താങ്ക് യു. ഓ, ഇത്രയും പൂ പറിച്ചോ ശ്രീ? ബാ, നമുക്കിനി അത്തപ്പൂ ഇടാം. അത്തപ്പൂ ആ, ഓണത്തിനിടുന്ന സാധനം അത്തപ്പൂ. മതി. അപ്പോൾ ഞാൻ മറ്റേ പാത്രമൊക്കെ വെച്ചിട്ട് അത്തപ്പൂ ഇടാം. പെട്ടെന്ന് പൂവൊക്കെ പറിച്ചിട്ട് കഴിയാലോ എന്ന് വിചാരിച്ച് നമ്മളുടെ ഉടായിപ്പത്തപ്പൂ പാളിയിരിക്കുകയാണ് ഗൈസ്. ശ്രീക്ക് തറയിൽ തന്നെ അത്തപ്പൂ ഇടണമെന്നാണ് പറയുന്നത്. ട്രഡീഷണൽ ഐറ്റമൊക്കെ ഫോളോ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം നമുക്ക് എന്തായാലും മെനക്കെട്ട് തറയിൽ തന്നെ ഇടാം. ഞങ്ങൾക്ക് നീലപ്പൂവുണ്ട്, നീലപ്പൂ ഇത്രയൊക്കെ ഉണ്ട്.
ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ആക്കാം. ചുമലയില പറിക്കുക, അരിയുക. പച്ച ഇല പറിക്കുക, അരിയുക. മഞ്ഞ ഇല പറിക്കുക, അരിയുക. 3 കളറായി. അത് നീലപ്പൂണ്ടത്. അപ്പൊ നമ്മളിത് നടുക്കലത്തെ ലെയർ, അടുത്ത ലെയർ ഇതാ ഇങ്ങനെ ഇങ്ങനെ. അതിന്റെ അടുത്ത ലെയറിൽ മഞ്ഞ വെച്ചോ വട്ടത്തില്. വൈറ്റ് അതിന്റെ അപ്പുറത്ത് വെക്കാം. കൊറേ ലെയർ വേണം, ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും. എങ്ങനെയുണ്ട് നിങ്ങളുടെ നിർഗളമായ അത്തപ്പൂ? ഇത് കൊള്ളാം അല്ലേ? അല്ല ഇത് വലുതല്ലേ? ഇങ്ങനെ ഈ ലെയർ ഇതിന്റെ ചുറ്റും വട്ടത്തിലിടും. എന്നെ നീ ഉറുമ്പാക്കിയ? ഇതങ്ങനെ വെച്ച് കഴിക്കുമോ? ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വട്ടത്തി പിറക്കി വെക്കും. അങ്ങനെ ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മലയാളം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, പിന്നെ ഇംഗ്ലീഷ് പറയല്ലേ. അങ്ങനെ ഞങ്ങളുടെ അത്തപ്പൂ വിദഗ്ധൻ ശ്രീവാവ അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പൂവൊന്നും ശ്രീക്ക് സെറ്റ് ആവുന്നില്ല. കാരണം എന്താ, അവരുടെ സ്കൂളിൽ നിറച്ച് കളർഫുൾ പൂക്കളൊക്കെ ഇട്ടാണ് വെച്ചത്. അതുകൊണ്ട് ഞാൻ ഇലയൊക്കെ വെച്ചിട്ട് അതൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ ഒരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതൊക്കെ വെച്ച് ചെയ്യാം എന്നും പറഞ്ഞ് സെറ്റായി ഞങ്ങളുടെ പക്കാ ട്രഡീഷണൽ നാടൻ അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൂവാണ് നാടൻ പൂ. വീട്ടിൽ കിട്ടുന്ന പൂ, നാട്ടിൽ കിട്ടുന്ന പൂ. ആ നല്ല അത്തപ്പൂവാണല്ലോ. അത്തപ്പൂ ശ്രീവാവ. വേണ്ട 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 വേണ്ട, അത്തപ്പൂ ഇട്ടാ മതിയേ. ലാസ്റ്റ് വണ്ണം വെച്ച് ഞങ്ങളുടെ അടിപൊളി അത്തപ്പൂ സെറ്റാക്കി. ഇല വെച്ചപ്പോൾ ബ്യൂട്ടിഫുൾ ആയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലയോ? വെരി ഗുഡ്. അത്തപ്പൂ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പരിപ്പ് കറി സെറ്റായിട്ടുണ്ട്. റെഡിയായി. സൂപ്പർ അല്ലേ? അടിപൊളി ക്യൂട്ട് അത്തപ്പൂ. ശ്രീവാവയ്ക്ക് ആദ്യം ഇല വെച്ചത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഇല നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ശ്രീ ചുറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാ നമുക്കിനി ഫുഡൊക്കെ കഴിക്കാം. ബാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് ഊണ് കഴിക്കണം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ തീയൽ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് പച്ചടിയാണ്. നമ്മളിതാ പച്ചടി ഉണ്ടാക്കാൻ പോവാണ് നമ്മളുടെ കടച്ചക്ക വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്ത് എല്ലാം സെറ്റാക്കി. പച്ചടിയൊക്കെ ആയിട്ട് കാണാം. ഇത് ഈ ഒരു ഓണം വ്ലോഗിനകത്ത് ഈ പച്ചടി ഉണ്ടാക്കുന്നതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് വീണാസ് കറി വേൾഡിനകത്തിൽ പോയി പച്ചടി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് വരാം. നമ്മളുടെ ഒരു സൈഡിൽ പായസം ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സേമിയ പായസം മിക്സ് വാങ്ങിച്ച് വെച്ചാണ്. അപ്പം അത് നമുക്ക് ഇവിടെ ഒരു സൈഡിൽ റെഡി ആവുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മൾ കടച്ചക്ക പച്ചടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നപ്പോഴത്തേക്ക് ഫുൾ പാല് തിളച്ച് തൂവി. ഒന്നും പറയണ്ട. പച്ചടിക്കുള്ള കടച്ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടച്ചക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും റെഡിയായി. ഇനി നമ്മൾ അങ്ങനെ കുക്കിങ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം, കുറച്ച് റിലാക്സ് ചെയ്യണം, ചില്ല് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കാണാം. അങ്ങനെ അപ്പം നമ്മളുടെ സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട്. തീയലായി, പച്ചടിയായി, പരിപ്പായി, മോരായി, പപ്പടമായി, അങ്ങനെ എല്ലാം ആയി. ഇനി നമ്മളുടെ സദ്യ കഴിക്കുന്നു, ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നു. പിന്നെ എനിക്ക് വീട്ടിലോട്ടൊന്ന് പോകണം. അവിടെ പോയി അവിടെ ചെന്ന് പായസമൊക്കെ കുടിച്ച് പറ്റുന്നെങ്കിൽ സദ്യ കഴിക്കണം. ഈ ഒരു സദ്യ കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറ് നിറയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അവിടെ ഒന്ന് പോയി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരണം എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയാണ് മെയിനായിട്ട് നമ്മളുടെ ഓണം ഡേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.